നമസ്കാരം, വാർത്തകൾ വേഗത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിന്ന് 91 പേർക്ക് കോവിഡ്, രോഗം മാറിയത് 11 പേർക്ക്. ആകെ ചികിത്സയിൽ കഴിയുന്നത് 1174 പേർ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നിരീക്ഷണത്തിലുള്ളത് 1,97,078 പേർ. ഇന്ന് തൃശൂരിൽ 27 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 14 പേർക്കും, കോഴിക്കോട് 13 പേർക്കും, കാസർഗോഡ് 8 പേർക്കും രോഗബാധ. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 5 വീതവും, കണ്ണൂരിൽ 4, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ 3 പേർക്ക് വീതവും രോഗം. വയനാട് 2 പേർക്കും, പാലക്കാട് ഒരാൾക്കും ഇന്ന് കോവിഡ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 73 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ, 15 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. തൃശൂർ ജില്ലയിലെ ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. തൃശൂരിൽ 2 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഡിനി ചാക്കോ. മെയ് 16-ന് മാലിദ്വീപിൽ നിന്നെത്തിയ ഡിനി വൃക്കരോഗത്തിനും ശ്വാസതടസ്സത്തിനും ചികിത്സയിലായിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് ആകെ മരണം 16 ആയി. ഇന്ന് പുതുതായി 6 ഹോട്ട്സ്പോട്ടുകൾ. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ, മലപ്പുറം ജില്ലയിലെ മൂർക്കനാട്, കുറുവ, കൽപ്പകഞ്ചേരി, എടപ്പാൾ, വട്ടകുളം എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇതോടെ സംസ്ഥാനത്ത് നിലവിൽ 150 ഹോട്ട്സ്പോട്ടുകൾ. മലപ്പുറം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച 14 പേരിൽ 12 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവർ. ഒരാൾ ചെന്നൈയിൽ നിന്നും, മറ്റൊരാൾ ബംഗളൂരുവിൽ നിന്നും എത്തിയവർ. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച 13 പേരിൽ 11 പേർ വിദേശത്ത് നിന്ന് വന്നവർ. 2 പേർ എത്തിയത് ചെന്നൈയിൽ നിന്ന്. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച 8 പേരിൽ 3 പേർ കുവൈറ്റിൽ നിന്ന് വന്നവർ, 3 പേർ മഹാരാഷ്ട്രയിൽ നിന്നും, 2 പേർ ദുബായിൽ നിന്നും വന്നവർ. 7 പേർക്ക് കോവിഡ് നെഗറ്റീവായി. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുമെന്ന് പ്രതീക്ഷിച്ചതാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. പ്രതീക്ഷിച്ചതിനപ്പുറം എണ്ണം ഉയർന്നിട്ടില്ല. വിദേശത്ത് നിന്ന് വരുന്നവരെ തടയാനാകില്ല. രോഗപകർച്ച കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും സർക്കാർ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി. മരണങ്ങൾ ഉണ്ടാകില്ലെന്ന് പറയാൻ പറ്റില്ലെന്നും ആരോഗ്യമന്ത്രി. ശാരീരിക അകലം പാലിക്കണം. വൈറസ് കുറെ കാലത്തേക്ക് നീണ്ടുനിൽക്കും. ആർക്കും വരാമെന്ന ചിന്ത വേണമെന്നും കെ ശൈലജ. എല്ലാ കാലത്തേക്കും ലോക്ഡൌൺ തുടരാൻ ആകില്ലെന്നും മന്ത്രി. ഹോം ക്വാറന്റൈൻ ഫലപ്രദമാണെന്ന് മന്ത്രി കെ ശൈലജ. ജനങ്ങളുടെ സഹകരണമാണ് പ്രധാനം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഉപേക്ഷിച്ചിട്ടില്ല. വീടുകളിൽ സൗകര്യമില്ലാത്തവർക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്നും മന്ത്രി. തൃശൂരിൽ മരിച്ച ഏങ്ങണ്ടിയൂർ സ്വദേശിയായ കുമാരന്റെ സ്രവ സാമ്പിൾ വീണ്ടും പരിശോധനയ്ക്ക് അയച്ചു. കോവിഡ് മൂലമാണോ മരണമെന്ന് ഉറപ്പിക്കുന്നതിനാണ് പരിശോധന. തൃശൂർ മെഡിക്കൽ കോളേജിൽ സന്ദർശകർക്ക് നിയന്ത്രണം. രോഗിയോടൊപ്പം ഒരു സഹായിക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാഹിയിൽ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരണം. പളൂർ സ്വദേശിയായ 46-കാരനാണ് രോഗം. ജൂൺ 3-ന് ദുബായിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളം വഴിയാണ് എത്തിയത്. മാഹി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആലപ്പുഴയിൽ വീട്ടിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന സ്ത്രീ മരിച്ചു. പാവക്കര സ്വദേശി സലീല തോമസാണ് ഇന്നലെ രാത്രി മരിച്ചത്. ഈ മാസം 5-ന് ബംഗളൂരുവിൽ നിന്നാണ് ഇവർ എത്തിയത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് ബംഗളൂരുവിൽ നിന്നെത്തിയ കോഴിക്കോട് പെരുമണ്ണ സ്വദേശി ബീരാൻ കോയ. ഇദ്ദേഹത്തിന്റെ സ്രവം പരിശോധിക്കുമെന്ന് DMO വി ജയശ്രീ. ആരോഗ്യവകുപ്പിന് ആദ്യമുണ്ടായിരുന്ന ജാഗ്രത ഇപ്പോഴില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോവിഡ് ബാധ ഗുരുതര സ്ഥിതിയിലാണ്. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും കൂടുതൽ കിറ്റുകൾ ലഭ്യമാക്കണമെന്നും ആവശ്യം. ഏറ്റവും കുറവ് ടെസ്റ്റ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും ചെന്നിത്തല. സ്വകാര്യ ലാബുകളിലും റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ്. കൂടുതൽ കിറ്റുകൾ ലഭ്യമാക്കുകയും പരിശോധനാ ഫലങ്ങൾ വേഗത്തിൽ പുറത്തുവിടുകയും വേണം. ക്വാറന്റൈൻ സൗകര്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ബഡായിയാണെന്ന് തെളിഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് ബാധ ഗുരുതരമാണെന്നും പ്രതിപക്ഷം പൂർണ്ണമായി സർക്കാരിനോട് സഹകരിക്കുമെന്നും ചെന്നിത്തല. ഗൾഫിൽ കോവിഡ് ബാധിച്ച് 2 മലയാളികൾ കൂടി മരിച്ചു. ആലുവ സ്വദേശി SA ഹസൻ, പത്തനംതിട്ട സ്വദേശി താജുദ്ദീൻ എന്നിവരാണ് മരിച്ചത്. ദുബായിൽ ചികിത്സയിലായിരുന്നു ഹസൻ. താജുദ്ദീൻ മരിച്ചത് സൗദി അറേബ്യയിൽ. ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന മലയാളികളുടെ എണ്ണം 200 കടന്നു. ഇന്ന് 2 പേർ കൂടി മരിച്ചതോടെയാണ് 200 പിന്നിട്ടത്. ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് UAE. കോവിഡ് പ്രതിസന്ധിക്കിടെ നാട്ടിലേക്ക് വരാൻ സുപ്രീം കോടതി വിധി സമ്പാദിച്ച കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിനി GS ആതിരയുടെ ഭർത്താവ് UAE-യിൽ മരിച്ചു. കണ്ണൂർ സ്വദേശിയായ നിതിൻ ചന്ദ്രനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്.
സംസ്ഥാനത്ത് സൗജന്യ ആന്റിബോഡി റാപ്പിഡ് പരിശോധനയ്ക്ക് തുടക്കം. സമൂഹവ്യാപന സാധ്യത കണ്ടെത്താൻ ശ്രമം. ആദ്യ ദിവസം ഉപയോഗിക്കുന്നത് 10,000 കിറ്റുകൾ. ആശുപത്രികൾ, സ്ഥാപനങ്ങൾ, ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് 5 വിഭാഗങ്ങളായി തിരിച്ചു പരിശോധന. ഫലം 15 മിനിറ്റിൽ അറിയാം. മൂവാറ്റുപുഴയിൽ യുവാവിന് വെട്ടേറ്റ സംഭവത്തിൽ പ്രധാന പ്രതി ബേസിൽ പിടിയിലായി. മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിന് സമീപമുള്ള ഒഴിഞ്ഞുകിടന്ന കെട്ടിടത്തിൽ നിന്നാണ് ബേസിലിനെ പോലീസ് പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനിത വിജി ചേർന്നു. വിനിത, എപ്പോഴായിരുന്നു സംഭവം നടന്നത്? വിശദാംശങ്ങൾ. ഏതാണ്ട് അല്പസമയത്തിന് മുൻപാണ് മൂവാറ്റുപുഴയിലെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിൽ നിന്ന്, ചാലിക്കടവിന് സമീപമുള്ള ഒഴിഞ്ഞുകിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്ന് ബേസിലിനെ അന്വേഷണ സംഘം പിടികൂടുന്നത്. ഈ സംഭവം നടത്തിയതിനു ശേഷം മൂവാറ്റുപുഴയിൽ തന്നെയുള്ള ഈ ബേസിലിന്റെ വീടിന് സമീപമുള്ള ഒരു കപ്പത്തോട്ടത്തിൽ ബേസിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്ന് മൂവാറ്റുപുഴയിൽ തന്നെയുള്ള മറ്റൊരു ബന്ധു വീട്ടിലേക്കും അയാൾ മാറിയിരുന്നു. എന്നാൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വാർത്ത വന്നതിനെ തുടർന്നാണ് പിന്നീട് ബന്ധു വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളുടെയും മറ്റും സഹായം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസിനൊക്കെ ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. അവിടെ നിന്നാണ് ഈ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിലേക്ക് മാറിയത്. തുടർന്ന് പെരുമ്പാവൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ബേസിലുള്ളത്. ഈ ബേസിലിന്റെ സഹോദരിയെ പ്രണയിച്ചിരുന്നു എന്നൊരു കാരണം കൊണ്ടാണ് ഇന്നലെ വൈകിട്ടോടുകൂടി അഖിലിനെ ബേസിൽ വെട്ടിയത്. ഈ സംഭവത്തിന് ശേഷം സുഹൃത്തുമായി ബേസിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇപ്പോൾ ബേസിലിനെ പോലീസ് പിടികൂടിയത്. വിനീത വിജയ് വിശദാംശങ്ങൾ നൽകിയത്. യുവാവിനെ നടുറോഡിൽ വെട്ടിവീഴ്ത്തിയത് സഹോദരിയെ പ്രണയിച്ചതിന്റെ പേരിൽ. വെട്ടേറ്റത് പണ്ടിരിമല തടിലക്കുടി പാറയിൽ അഖിലിന്. ഗുരുതരമായ പരിക്കേറ്റ അഖിൽ അപകടനില തരണം ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വാർഡിലേക്ക് മാറ്റി. അഖിലിനെ അനുനയത്തിൽ വിളിച്ചുകൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന അരുൺ. റോഡിന്റെ മറുഭാഗത്തേക്ക് വിളിപ്പിച്ച് ഒളിപ്പിച്ചു വെച്ച വാളുകൾ കൊണ്ട് വെട്ടുകയായിരുന്നു. അഖിലിനെ ബേസിൽ മുൻപും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അരുൺ. അഞ്ജുവിന്റെ മരണത്തിൽ ആരോപണം നിഷേധിച്ച് കോട്ടയം ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജ് അധികൃതർ. വിദ്യാർത്ഥിനി കോപ്പിയടിക്കുന്നത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. സർവകലാശാലയും പോലീസിനെയും വിവരം അറിയിച്ചിരുന്നുവെന്നും കോളേജ് അധികൃതർ. പരീക്ഷാ ഹാളിലെ CCTV ദൃശ്യങ്ങളും നോട്ടുകൾ പകർത്തിയെഴുതിയ ഹാൾ ടിക്കറ്റും പുറത്തുവിട്ട് കോളേജ് മാനേജ്മെന്റ്. പ്രിൻസിപ്പലിനെ കണ്ട് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറാകാതെ അഞ്ജു ഷാജി പോവുകയായിരുന്നുവെന്നും അധികൃതർ. കോളേജ് അധികൃതരുടെ വാദങ്ങൾ ശരിവെച്ച് അഞ്ജുവിന്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനി അധ്യാപകർ പരസ്യമായി ശകാരിച്ചിട്ടില്ല. ഹാൾ ടിക്കറ്റിൽ പെൻസിൽ ഉപയോഗിച്ച് എഴുതിയിരുന്നുവെന്നും വിദ്യാർത്ഥിനി. പരീക്ഷയ്ക്ക് ശേഷം കാണാതായ അഞ്ജു ഷാജിയുടെ മൃതദേഹം കണ്ടെത്തിയത് മീനച്ചിലാറ്റിൽ നിന്ന്. അഞ്ജുവിനെ കാണാതായത് ശനിയാഴ്ച മുതൽ. മകളെ കാണാതായിട്ടും അന്വേഷിക്കാൻ പോലും കോളേജ് അധികൃതർ തയ്യാറായില്ലെന്ന് അഞ്ജുവിന്റെ അച്ഛൻ. വൈദികന്റെ ഭാഗത്തു നിന്ന് അധിക്ഷേപകരമായ പരാമർശമുണ്ടായി. മകൾ കോപ്പി അടിക്കില്ലെന്നും അച്ഛൻ. വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വനിതാ കമ്മീഷൻ അംഗം EM രാധയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും EM രാധ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2.5 ലക്ഷം കടന്നു. മരണസംഖ്യ 7000-ഉം പിന്നിട്ടു. തമിഴ്നാട്ടിൽ നിന്നും കോവിഡ് രോഗികൾ 1500 കടന്നു. 1562 പേർക്ക് പുതിയതായി വൈറസ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിലൂടെ 17 മരണം. ആകെ മരണസംഖ്യ 286. രോഗികളുടെ എണ്ണത്തിൽ ചൈനയ്ക്ക് മുകളിൽ മഹാരാഷ്ട്ര. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3007 പുതിയ കേസുകൾ. മരിച്ചത് 91 പേർ. ഇതോടെ ആകെ മരണസംഖ്യ 3060. ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ 1282 പേർക്ക് വൈറസ് ബാധ. മരിച്ചത് 51 പേർ. ഇതോടെ ആകെ മരണസംഖ്യ 812. രോഗബാധിതരുടെ എണ്ണം 28,936. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോവിഡ് നിരീക്ഷണത്തിൽ. കടുത്ത പനിയും ചുമയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി സ്വയം നിരീക്ഷണത്തിൽ പോയത്. നാളെ അദ്ദേഹത്തിന് കോവിഡ് പരിശോധന നടത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും അടച്ചു. ഉദ്യോഗസ്ഥരെയും നിരീക്ഷണത്തിലേക്ക് മാറ്റി.
ഗുജറാത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 20,000 പിന്നിട്ടു. ആകെ രോഗികളുടെ എണ്ണം 20,097. മരണം 1,249. ഇതുവരെ രോഗം മാറി ആശുപത്രി വിട്ടത് 13,643 പേർ. നിലവിലെ സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചതിനെതിരെ ബിജെപിയും വിവിധ ഹൈന്ദവ സംഘടനകളും IMA എതിർത്തിട്ടും ക്ഷേത്രങ്ങൾ തുറക്കാൻ സർക്കാർ പിടിവാശി കാട്ടുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ബിജെപി വക്താവ് ബി ഗോപാലകൃഷ്ണൻ. ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പ്രവേശനം അനുവദിക്കരുതെന്ന് ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും. വിശ്വ ഹിന്ദു പരിഷത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും നിയന്ത്രണം തുടരും. വിശ്വാസികളുടെ ആവശ്യപ്രകാരമാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചതെന്ന് ദേവസ്വം പ്രസിഡന്റ് എൻ വാസു. നിലവിലെ വിവാദങ്ങൾ സദുദ്ദേശപരമല്ല. ദേവസ്വം ബോർഡിനും ക്ഷേത്രങ്ങൾക്കും സർക്കാർ സഹായം നൽകുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രം തുറക്കുന്നതിലൂടെ ദേവസ്വം ബോർഡിന് നഷ്ടം മാത്രമാണ് ഉണ്ടാവുകയെന്നും എൻ വാസു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ജൂൺ 30 വരെ പ്രവേശനമുണ്ടാകില്ല. കാടാമ്പുഴ ക്ഷേത്രത്തിലും ഭക്തരെ പ്രവേശിപ്പിക്കില്ല. സാമൂതിരി ട്രസ്റ്റിന് കീഴിലുള്ള 40ഓളം ക്ഷേത്രങ്ങളും ഭക്തർക്കായി തുറന്നു നൽകില്ല. ശബരിമല ക്ഷേത്രം തുറക്കുക ജൂൺ 14 മാത്രം. ക്ഷേത്രങ്ങൾ വീണ്ടും തുറക്കാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിൽ എന്തോ ചീഞ്ഞു നാറുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഭക്തരുടെ എതിർപ്പ് അവഗണിച്ചാണ് ഈ തീരുമാനം. ക്ഷേത്രങ്ങൾ തുറക്കണമെന്ന് ഭക്തരോ ക്ഷേത്ര സമിതികളോ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മുരളീധരൻ. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായ ക്ഷേത്രങ്ങൾക്കെല്ലാം സഹായം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തിരക്ക് പിടിച്ച് ക്ഷേത്രങ്ങൾ തുറക്കുന്നതിനേക്കാൾ സർക്കാർ മുൻഗണന നൽകേണ്ടത് ഇക്കാര്യത്തിനാണ്. ഹിന്ദു സംഘടനാ നേതാക്കളുടെ യോഗം മുഖ്യമന്ത്രി അടിയന്തരമായി വിളിക്കണമെന്നും സുരേന്ദ്രൻ. സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ തുറക്കുക ഭാഗികമായി മാത്രം. മലപ്പുറം ജില്ലയിലെ പള്ളികൾ പ്രാർത്ഥനയ്ക്കായി തുറക്കില്ലെന്ന് ജില്ലാ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി. പാളയം പള്ളി, മണ്ണാർശാല, മള്ളിയൂർ ക്ഷേത്രങ്ങൾ എന്നിവയും ഉടൻ തുറക്കില്ല. ആരാധനാലയങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറക്കാൻ തീരുമാനിച്ച് മാനന്തവാടി രൂപത. പള്ളികൾ തുറക്കുന്നതിൽ റിസ്ക് ഉണ്ട്. എന്നാൽ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ച് പ്രാദേശിക തീരുമാനങ്ങൾ അനുസരിച്ച് പള്ളികൾ തുറക്കുമെന്നും രൂപത. തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികൾ നാളെ മുതൽ തുറക്കും. ജൂൺ 30 വരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികൾ തുറക്കില്ല. യാക്കോബായ സുറിയാനി സഭ, കൊല്ലം നിരണം ഭദ്രാസനങ്ങളുടെ കീഴിലുള്ള പള്ളികളും ജൂൺ 30 ശേഷം മാത്രമേ തുറക്കൂ. ക്ഷേത്രങ്ങൾ ഈ ഘട്ടത്തിൽ തുറന്നു കൊടുക്കരുതെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. കോവിഡ് സമയത്ത് പള്ളികളിൽ മാർഗനിർദ്ദേശങ്ങളുമായി CBCA. സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കൃത്യമായ സാമൂഹിക അകലം പാലിക്കണം. വിശ്വാസികളെ നിയന്ത്രിക്കണമെന്നും മെത്രാൻമാർക്ക് അയച്ച സർക്കുലറിൽ ആവശ്യം. മലപ്പുറം ജില്ലയിലെ മുഴുവൻ പള്ളികളും തുറക്കില്ലെന്ന സാദിഖ് അലി തങ്ങളുടെ നിലപാടിനെ തള്ളി സമസ്ത. പള്ളികൾ പൂർണ്ണമായി അടച്ചിടാൻ തീരുമാനിച്ചിട്ടില്ല. നിബന്ധനകൾ പാലിക്കാൻ കഴിയാത്തിടങ്ങളിൽ മാത്രമാണ് അടച്ചിടുകയെന്നും മറ്റുള്ളവ നിയന്ത്രണങ്ങൾ പാലിച്ചു തുറക്കുമെന്നും സമസ്ത. കോവിഡ് ഭീഷണി പൂർണ്ണമായും ഒഴിയും വരെ പള്ളി തുറക്കില്ലെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി. വീടുകൾ ആരാധനാലയങ്ങളാക്കാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടതെന്ന് ഇമാം. രാജ്യത്ത് ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളിലൊഴികെ മറ്റ് എല്ലായിടങ്ങളിലും ഇളവുകൾ ബാധകം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജൂൺ 30 വരെ ലോക്ഡൌൺ തുടരും. ആരാധനാലയങ്ങളും മാളുകളും നാളെ തുറക്കാം. സ്കൂളും കോളേജുകളും തുറക്കില്ല. രാത്രി കർഫ്യൂ 9 മുതൽ രാവിലെ 5 വരെ. രാജ്യാന്തര വിമാന സർവീസില്ല. മെട്രോ ട്രെയിനും തിയേറ്ററും പാർക്കുകളും പ്രവർത്തിക്കില്ല. പ്രായമായവരും കുട്ടികളും ഗർഭിണികളും പുറത്തിറങ്ങരുത്. സാമൂഹിക അകലം പാലിക്കുന്നത് തുടരണമെന്നും കേന്ദ്രം. രാജ്യങ്ങൾ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കുന്ന മുറയ്ക്ക് വിദേശങ്ങളിലേക്കുള്ള വിമാന സർവീസിനെ കുറിച്ച് ആലോചിക്കുമെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിദേശ രാജ്യങ്ങൾ വിമാന സർവീസ് ആരംഭിച്ച് അവരുടെ പൌരന്മാരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകും. ഇതിനുശേഷമേ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ആ രാജ്യങ്ങളിൽ ഇറങ്ങാനുള്ള അനുമതി ഉണ്ടാകും. എയർ ഇന്ത്യക്ക് മാത്രമാണിപ്പോൾ അനുമതിയെന്നും മന്ത്രി. ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ തൊഴിലാളികളെ സ്വന്തം നാടുകളിലെത്തിക്കാൻ 4228 ശ്രമിക് ട്രെയിൻ സർവീസുകൾ നടത്തിയെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. ഈ മാസം 3 വരെ 57 ലക്ഷത്തിലധികം തൊഴിലാളികളെ നാട്ടിലെത്തിച്ചു. ഉത്തർപ്രദേശിന് 1695 സർവീസുകളും ബീഹാറിന് 1519 സർവീസുകളും ലഭിച്ചു. ഗുജറാത്ത് 1026 ട്രെയിനുകളും മഹാരാഷ്ട്ര 802 ട്രെയിനുകളും ആവശ്യപ്പെട്ടതായി കേന്ദ്രം. രാജ്യത്ത് ഓഗസ്റ്റ് 15 ശേഷമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ സാധ്യതയുള്ളൂവെന്ന് മാനവവിഭവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാൽ. പരീക്ഷാഫലങ്ങൾ ഇതിനു മുൻപ് തന്നെ പ്രസിദ്ധീകരിക്കാനാണ് ശ്രമം. ജൂലൈയിൽ ക്ലാസുകൾ തുടങ്ങാനായിരുന്നു നേരത്തെയുള്ള ശ്രമം. പരീക്ഷകൾ നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കുമെന്നും മന്ത്രി.
കോവിഡ് ലോക്ഡൌണിൽ സംസ്ഥാനത്തും ഇളവുകൾ. ആരാധനാലയങ്ങളും ഷോപ്പിംഗ് മാളുകളും തുറക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ശുചീകരണം. പ്രവർത്തനം നാളെ മുതൽ. ഇളവുകൾ കടുത്ത നിയന്ത്രണങ്ങളോടെ. സർക്കാർ ഉദ്യോഗസ്ഥർക്കായി പുറത്തിറക്കിയ മാർഗനിർദ്ദേശം നിലവിൽ വന്നു. ഹോട്ട്സ്പോട്ടുകളിൽ ഒഴികെ എല്ലായിടത്തും ജീവനക്കാർ ജോലിക്കെത്തും. ഗർഭിണികൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. ശനിയാഴ്ചകളിൽ അവധി തുടരും. സംസ്ഥാനത്ത് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും നാളെ തുറക്കും. കോഴിക്കോടും മലപ്പുറത്തും ഹോട്ടലുകൾ തുറക്കില്ല. പാഴ്സൽ സംവിധാനം തുടരുമെന്ന് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ഓൺലൈൻ ക്ലാസുകളുടെ രണ്ടാംഘട്ട ട്രയൽ ആരംഭിച്ചു. ക്ലാസുകളുടെ പുനഃസംപ്രേഷണം ജൂൺ 1 മുതലുള്ള അതേ ക്രമത്തിൽ തന്നെ. 3 ദിവസത്തിനകം മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യമൊരുക്കാൻ അധ്യാപകർ രംഗത്തിറങ്ങണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കി ക്യുസാറ്റ്. ചോദ്യപേപ്പർ വിദ്യാർത്ഥികൾക്ക് ഇമെയിലിൽ ലഭിക്കും. ഉത്തരങ്ങൾ എഴുതി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് നിർദ്ദേശം. പുതിയ നിർദ്ദേശം 3 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള പരീക്ഷകൾക്ക്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 71 ലക്ഷം കടന്നു. ഒരാഴ്ചയിലേറെയായി ഓരോ ദിവസവും 1 ലക്ഷത്തിലധികം പേർക്കാണ് പുതിയതായി രോഗം. മരണസംഖ്യ 4,06,000 കടന്നു. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 20 ലക്ഷമായി. ആകെ മരണം 1,13,000-ലേക്ക്. ബ്രസീലിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 7 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. മരണം 37,312. രോഗം മാറിയവരുടെ എണ്ണം 3,02,084. ബ്രസീൽ പ്രസിഡന്റ് ബോൾസനാരോക്കെതിരെ ജനം തെരുവിൽ. പ്രതിരോധ നടപടികൾ ഫലം കാണുന്നില്ലെന്ന ആരോപണം. രോഗം നിയന്ത്രണാതീതമായിട്ടും സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും പ്രതിഷേധക്കാർ. യൂറോപ്യൻ രാജ്യങ്ങളിലാകെ കോവിഡ് രോഗികളുടെ എണ്ണം 21 ലക്ഷം പിന്നിട്ടു. 1,79,000-ലേറെ പേർ ഇതുവരെ മരിച്ചു. റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ദിവസേനയുള്ള കോവിഡ് മരണനിരക്ക് 10-ൽ താഴെ. റഷ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 4,76,000 കടന്നു. ആകെ മരണം 5,971. കോവിഡ് രോഗബാധിതരുടെ എണ്ണം 1 ലക്ഷം പിന്നിടുന്ന ആദ്യ ഗൾഫ് രാജ്യമായി സൗദി അറേബ്യ. 712 പേരാണ് സൗദിയിൽ ഇതുവരെ മരിച്ചത്. UAE-യിൽ 38,000-ലധികമാണ് കോവിഡ് ബാധിതർ. ന്യൂസിലൻഡിലെ അവസാനത്തെ കോവിഡ് രോഗിയും ആശുപത്രി വിട്ടെന്ന് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. രാജ്യത്ത് അവസാനമായി കോവിഡ് റിപ്പോർട്ട് ചെയ്തത് 12 ദിവസം മുമ്പ്. ഇനിയൊരു വൈറസ് ആക്രമണം ഉണ്ടായാലും നേരിടാൻ രാജ്യം തയ്യാറാണെന്ന് ജസീന്ത. പുറത്തുനിന്ന് രാജ്യത്തേക്ക് എത്തുന്നവർക്ക് ക്വാറന്റൈൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ബ്രിട്ടൻ. സ്വയം നിരീക്ഷണത്തിലിരിക്കുന്ന അഡ്രസ് നൽകിയ ശേഷം മാത്രം യാത്രാനുമതി നൽകും. സർക്കാർ സംവിധാനത്തിൽ ക്വാറന്റൈൻ വേണ്ടവർ ആവശ്യമായ ഫീസ് കെട്ടിവെക്കണം. 14 ദിവസമാണ് സ്വയം നിരീക്ഷണ കാലാവധി. കൊച്ചി പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസ് പ്രതി വിഷ്ണുപ്രസാദ് വീണ്ടും അറസ്റ്റിൽ. 73 ലക്ഷം രൂപ തട്ടിച്ച രണ്ടാമത്തെ കേസിലാണ് വീണ്ടും അറസ്റ്റിലായത്. ഒന്നാമത്തെ കേസിൽ ഇയാളടക്കമുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക ഈ മാസം 17-ന് പ്രസിദ്ധീകരിക്കും. ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 2 അവസരങ്ങൾ കൂടി നൽകും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കാതെ ക്ലാസുകൾ ആരംഭിച്ചതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. KS പരീക്ഷ അട്ടിമറിക്കാൻ സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാൻ ശ്രമം. മാനുവലായി മൂല്യനിർണ്ണയം നടത്താനുള്ള നീക്കം ഇതിന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷ നേതാവ്. കള്ളപ്പണക്കേസിൽ പരാതിക്കാരനെ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞും സംഘവും ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. മുദ്രവെച്ച കവറിലാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം. ഉത്തര കൊലപാതകത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. കൊല്ലം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തി. അന്വേഷണത്തിനായി സാങ്കേതിക വിദഗ്ധരുടെ പ്രത്യേക സമിതി. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.